വിവാദ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ 12:45 ഇപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് ഹാജരാക്കാനായി പുറത്തേക്ക് ഇറക്കുന്നത്. നേരത്തെ സഹിൻ ആന്റണി സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിക്കുകയും കുളിക്കുകയും ഒക്കെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇന്നലെ രാത്രിയോടെ ആയിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും കൊച്ചിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ രാവിലെ 11 മണിക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിച്ചിരുന്നത്. 12:45 കൂടിയിട്ട് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജില്ലാ കോടതിയിലേക്ക് അല്പസമയത്തിനകം തന്നെ ഹാജരാക്കും. കൂടുതൽ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസുകൾ ചുമത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ രാവിലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവർ ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നു. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി. സഹിൻ, 11 മണിക്ക് ഇറങ്ങേണ്ട ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ 12:45 ഇറങ്ങിയിരിക്കുകയാണ്. ഉടൻ തന്നെ കോടതിയിലേക്ക് എത്തിക്കും. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ബോബി ചെമ്മണ്ണൂർ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് ഹാജരാകാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഉടൻ തന്നെ എറണാകുളം ജില്ലാ കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തും, ഹാജരാക്കും. അവിടെയാകും തുടർവാദങ്ങൾ കേൾക്കുക. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ അടക്കം അവിടെ പരിഗണിക്കും. കൂടുതൽ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസുകൾ ചുമത്തിയിട്ടുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിൻ, ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എപ്പോഴേക്ക് കോടതിയിൽ ഉടൻ തന്നെ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വിവരങ്ങൾ നൽകാം. അല്പനേരത്തിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരുമായി വാഹനം കോടതിയിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂരുമായി വാഹനം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ബോച്ചെ, ഏതെങ്കിലും തരത്തിൽ തെറ്റുപറ്റിയതായി തോന്നുന്നുണ്ടോ? തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതായത് പഴയ നിലപാടിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരും ചോദിച്ചിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും ജില്ലാ കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് തിരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് രാവിലെ 11 മണിക്ക് ഇറങ്ങേണ്ടതായിരുന്നു. ഇപ്പോൾ 12:45 കൂടിയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. സഹിൻ ആന്റണിയാണ് ആ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബോബി ചെമ്മണ്ണൂർ ഒന്നോ രണ്ടോ വാക്കുകൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എപ്പോഴേക്ക് കോടതിയിലെത്തും? ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നത് കേൾക്കാം. അതായത് താൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ല, തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ച് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാപ്പ് പറയുന്നുണ്ടോ പൊതുസമൂഹത്തോട് എന്നുള്ളത് ആവർത്തിച്ച് ചോദിച്ചിരുന്നു. എന്നാൽ തെറ്റ് പറ്റിയിട്ടില്ല, താൻ മാപ്പ് പറയേണ്ടതില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. എന്തായാലും അല്പനേരം മുൻപ് ബോബി ചെമ്മണ്ണൂരിനെ ഈ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ബോബി ചെമ്മണ്ണൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെയാണ് ഇദ്ദേഹത്തെ വയനാട് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് വൈകുന്നേരത്തോടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്തു. ഇന്ന് 11 മണിയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 11 മണിയായപ്പോൾ തനിക്ക് ഭക്ഷണം വേണമെന്ന് ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെടുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരോട്. ഭക്ഷണം നൽകാൻ തയ്യാറായപ്പോൾ തനിക്ക് കുളിക്കണമെന്നും വസ്ത്രം മാറണമെന്നും തുടരുക. ആസിഫ് കോടതി പരിസരത്ത് നിന്നും ജില്ലാ കോടതി പരിസരത്ത് നിന്നും ചേരുന്നുണ്ട്. ആസിഫ്, ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും അങ്ങോട്ടേക്ക് ഉടൻ തന്നെ എത്തിക്കും. അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കോടതി പരിസരത്തേക്ക് എത്തും. അവിടെ ഏത് രീതിയിലാണ് വാദം തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നത്?
തീർച്ചയായും എന്തായാലും ഇവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ രാമൻപിള്ള അല്പം മുമ്പ് കോടതിയിലേക്ക് എത്തിയിരുന്നു. ഏതായാലും ഏകദേശം ഒരു 10 മിനിറ്റ് പോലും സമയം വേണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ. ഏകദേശം 5 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് എത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസും അഭിഭാഷകരുമെല്ലാം ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് നോക്കുന്ന നിയമവിദഗ്ധരടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ കാണുന്ന ഭാഗത്തേക്ക് ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് വാഹനം കടന്നു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഏത് സമയത്ത് വേണമെങ്കിലും ഹാജരാക്കാനുള്ള നടപടികൾ പൂർത്തിയായിരുന്നു. പക്ഷേ നേരത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ട പല കേസുകളും അത് പൂർത്തിയാകാൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ കോടതി ഈ ഒരു കേസ് പരിഗണിക്കുന്നത് നീണ്ടുപോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് 11:00 കോടതിയിലേക്ക് ഹാജരാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമയം കൂടി കണക്കാക്കിയാണ് ഇപ്പോൾ ഏതായാലും കോടതിയിലേക്ക് ഹാജരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു മണിക്ക് തൊട്ട് മുമ്പായി തന്നെ ഏതായാലും ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് വാഹനം ഈ കോടതിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. ഏതായാലും ജാമ്യം തേടാനുള്ള ഒരു സാഹചര്യം അടക്കം ഇതിൻ്റെ അഭിഭാഷകരടക്കം നേരത്തെ തന്നെ കൂടി ആലോചിച്ചിരുന്നു. ആ പ്രകാരമാണ് ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. രാവിലെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് ഹാജരാക്കാനുള്ള മുഴുവൻ നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്ന് പൂർത്തിയായിരുന്നു. പക്ഷേ ഈ ഒരു കോടതിയിലെ മറ്റ് കേസുകളുടെയും മറ്റും നടപടികൾ നീണ്ടുപോയതിനാലാണ് പിന്നീട് അത് നീണ്ടുപോയത്. എന്നാലും അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എന്തായാലും കോടതിയിലേക്ക് എത്തിക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ നിയമസംഘവും എന്തായാലും ഇപ്പോൾ കോടതി പരിസരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ബോബി ചെമ്മണ്ണൂരിനെയുമായി പോലീസ് ഈ വാഹനമല്ല, അത് വേറൊരു കേസുമായി ബന്ധപ്പെട്ട വാഹനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പുറകിൽ വരുന്ന ജീപ്പിലുണ്ട്. പുറകിൽ വരുന്ന ജീപ്പിൽ ബോബി ചെമ്മണ്ണൂരിനെയുമായി ഏതായാലും ഇപ്പോൾ പോലീസ് സംഘം ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി കോടതിക്ക് ഉള്ളിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെയുമായി പോലീസ് സംഘം ഇപ്പോൾ തന്നെ പ്രവേശിക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിൽ കാണാൻ കഴിയുന്നത് പോലെ അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരുമായുള്ള വാഹനം കോടതി വളപ്പിലേക്ക് എത്തുകയാണ്. മറ്റൊരു വഴി കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നതിനാൽ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ഏതായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനം എത്തിച്ച് കോടതി സ്റ്റെപ്സ് കയറിയുള്ള മറ്റു മുകളിൽ കൂടിയുള്ള വഴിയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. മാധ്യമങ്ങൾ വഴിക്കപ്പുറത്തേക്ക് മറ്റൊരു വഴിയിൽ കൂടി ഇപ്പോൾ ഏതായാലും കോടതി വളപ്പിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ നടപടികൾ പെട്ടെന്ന് തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ഏതായാലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് നടപടികളെല്ലാം പൂർത്തിയായി തയ്യാറായിരിക്കുകയായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ ഏത് സമയം കോടതിയിലേക്ക് ഹാജരാക്കാൻ. അത് പ്രകാരം നടപടികൾ പൂർത്തിയാക്കി ഈ കോടതിയിൽ കേസ് എടുക്കാനുള്ള ഒരു സാവകാശവും സമയവും ലഭിച്ച മുറയ്ക്ക് ഇപ്പോൾ ഏതായാലും ബോബി ചെമ്മണ്ണൂരിനുമായി അന്വേഷണ സംഘം പോലീസ് സംഘം ഇപ്പോൾ കോടതിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ രാമൻപിള്ള അടക്കമുള്ള അഭിഭാഷക സംഘം ഈ കോടതിയിലേക്ക് എത്തിയിരുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കേണ്ട മറ്റ് നടപടികളെല്ലാം നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടുള്ള നിയമസഹായം നൽകുന്ന ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോൺ അടക്കം പോലീസിന്റെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം അയക്കേണ്ടതുണ്ട്, അത് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാ നടപടികളും പൂർത്തിയാക്കി തന്നെയാണ് പോലീസ് സംഘം ഇപ്പോൾ എന്തായാലും കോടതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കിയിട്ടുള്ളത്. ഇനി അല്പസമയത്തിനകം തന്നെ കേസ് വയ്ക്കുകയും ചെയ്യും. എന്തായാലും 3 വകുപ്പുകളാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പിന്റെ 2 ഉപവകുപ്പുകളും അതുപോലെ തന്നെ IT ആക്ടിലെ 67-ാം വകുപ്പ് പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് നേരത്തെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ എത്തിയിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ജില്ലാ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ വാദങ്ങൾ എല്ലാം അവിടെ ആരംഭിക്കും. ബോബി ചെമ്മണ്ണൂരിന്റെ നിയമസംഘം കോടതിയിൽ അല്പസമയം മുൻപ് എത്തിയിരുന്നു. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബോബിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജാമ്യം അപേക്ഷിച്ചുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷക വൃത്തങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ബോബി പറഞ്ഞ വാക്കുകളാണ് മറ്റൊന്ന് ശ്രദ്ധേയമായിട്ടുള്ളത്. തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ മാപ്പ് അപേക്ഷിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അതായത് തന്റെ നിലപാടിൽ തന്നെ ബോബി ചെമ്മണ്ണൂർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്
അറസ്റ്റുണ്ടായിട്ടും യാതൊരു മാറ്റവുമില്ല തൻ്റെ നിലപാടിൽ. സഹിൻ ആന്റണി അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സഹിൻ, ബോബി ചെമ്മണ്ണൂരിന്റെ ആ വാക്കുകൾ തന്നെ നോക്കാം. തെറ്റ് ചെയ്തിട്ടില്ല, മാപ്പ് അപേക്ഷിക്കില്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തും എന്നല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. ഏറെക്കുറെ 12:50 കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത്. 12:50 ശേഷം അദ്ദേഹത്തെ ഇറക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ബോച്ചെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് പറ്റിയിട്ടുണ്ടോ, മാപ്പ് പറയുന്നുണ്ടോ എന്നുള്ളത്. എന്നാൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തനിക്ക് യാതൊരു വിധത്തിലുള്ള തെറ്റും പറ്റിയിട്ടില്ല, താൻ മാപ്പ് പറയേണ്ടതില്ല, തൻ്റെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. 2 വാഹനത്തിലായിരുന്നു പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ അവിടെ നിന്നും ഇറക്കിക്കൊണ്ടുവന്നത്. ഇന്ന് 11 മണിയോടുകൂടി ഇയാളെ അവിടെ നിന്ന് കൊണ്ടുവരാനായിരുന്നു പോലീസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ 11 മണിയായപ്പോൾ ബോബി ചെമ്മണ്ണൂർ തനിക്ക് വിശക്കുന്നെന്നും ഭക്ഷണം വേണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഭക്ഷണം എത്തിച്ചിരുന്നു. പിന്നീട് ബോബി ചെമ്മണ്ണൂരിന് കുളിക്കണമെന്ന് അന്വേഷണ സംഘത്തോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് 12:30 പോലീസ് പുറത്തേക്ക് ഇറക്കാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് കോടതിയിൽ നിന്നും നിർദ്ദേശം, അല്ലെങ്കിൽ കോടതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കാര്യം അറിയിക്കുന്നത്. അതായത് കാലങ്ങളായി 12:30 ശേഷം മാത്രമായിരിക്കും കോടതിയിലുള്ള കേസുകളെല്ലാം വിളിച്ചു തീരുക. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയം വരുന്നത് 12:30 ശേഷമാണ്. 12:30 ശേഷം ബോബി ചെമ്മണ്ണൂരിനെ അവിടെ നിന്നും പുറത്തേക്ക് ഇറക്കിയാൽ മതി എന്ന് അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് 12:50 ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കിയത്. ഈ കാണുന്നത് പോലെ തന്നെ 3 വാഹനങ്ങളായിരുന്നു, 3 പോലീസ് ജീപ്പുകളായിരുന്നു. ആദ്യ ഒരു ജീപ്പ് എസ്കോർട്ട് പോകുന്നു. തൊട്ട് പുറകിലത്തെ ജീപ്പിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കയറ്റിയത്. ബോബി ചെമ്മണ്ണൂരിനോടൊപ്പം തന്നെ 5 പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കാണുന്ന ജീപ്പിലായിരുന്നു, സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണിത്, SHOയുടെ ജീപ്പാണിത്. ഈ ജീപ്പിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കയറ്റിയത്. തുടർന്ന് തൊട്ട് പുറകെ 2 ജീപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തനിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷണം നൽകണം, ഒപ്പം തന്നെ കുളിക്കാനുള്ള സൗകര്യം നൽകണം. ഇതെല്ലാം കൊടുത്തതിന് ശേഷമാണ് പോലീസ് 12:50 ബോബി ചെമ്മണ്ണൂരിനെ ഈ പറയുന്ന ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2ൽ ഹാജരാക്കിയത്. സാധാരണ വരുന്ന വഴിയിലൂടെ ആയിരുന്നില്ല പോലീസ് വന്നത്. സാധാരണ വരുന്നത് ഈ ഭാഗത്തു നിന്നായിരിക്കും കോടതിയുടെ അകത്തേക്ക് കയറുക. എന്നാൽ ഇത്തവണ തിരിഞ്ഞ് അതുവഴി വരികയും കാണുന്ന മധ്യത്തിലുള്ള ഗേറ്റിലൂടെ അകത്തേക്ക് കടത്തുകയുമാണ് ഉണ്ടായത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് രാവിലെ 6 മണിയോടുകൂടി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. 8:30, 9 മണിയോടുകൂടി ഇയാളുടെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. പിന്നീട് യാത്രാമധ്യയായിരുന്നു മറ്റ് അറസ്റ്റ് മെമ്മോ അടക്കമുള്ള കാര്യങ്ങൾ കൈമാറുന്നത്. 1:20 അറസ്റ്റ് റെക്കോർഡിക്കലാക്കുന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്ക് മുൻപ് കോടതിയിൽ എത്തിക്കേണ്ടതുണ്ട്. സാധാരണ ഒരാളെ പിടികൂടി കഴിഞ്ഞാൽ കൃത്യമായി 24 മണിക്കൂറിനുള്ളിൽ കോടതിക്കുള്ളിൽ ഹാജരാക്കണമെന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് തന്നെയാണ് 1 മണിക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കാൻ തീരുമാനിച്ചത്. കൃത്യം 12:50 ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2ലാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുന്നത്. ഇയാൾക്കെതിരെ നിരവധി വകുപ്പുകൾ പോലീസ് ഉൾപ്പെടുത്തിയിരുന്നു. പ്രധാനമായും 3 വകുപ്പുകളാണ്. അത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കുക, ഒപ്പം തന്നെ IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ അവസ്ഥയിൽ അതിന് സാഹചര്യമില്ല. കാരണം മതിയായ തെളിവുകൾ ഈ നിലവിലെ 3 വകുപ്പുകൾക്ക് മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാൽ സ്വാഭാവികമായും അത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായി. ഇതോടുകൂടിയാണ് കൂടുതൽ വകുപ്പുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡിജിറ്റൽ തെളിവുകളാണ്. ആ ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായി അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ സാക്ഷികളെ കണ്ടെത്തുവാനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് നവമാധ്യമങ്ങളിലെ അല്ലെങ്കിൽ യൂട്യൂബ്, ഓൺലൈൻ പോലെയുള്ള ചാനലുകളുടെ ക്യാമറമാന്മാരെയും റിപ്പോർട്ടർമാരെയും സാക്ഷികളായും അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.